കൊട്ടാരക്കരയിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അപ്പം എത്തിയ ഉടനെ ഇവിടെ പൊതുപ്രവർത്തകർ ഹിന്ദു ഐക്യവേദിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളെ അപ്പം നമ്മളെ വന്നാണെന്നുള്ളൊരു സംശയമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണെന്നാണ് പറയാൻ സാധിക്കുന്നത്. വന്നിട്ട് വിളിപ്പിച്ചിട്ട് പറയുന്നത് ഞങ്ങളെ പ്രവർത്തനം കാണിക്കുകയല്ല, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ആരും ഞങ്ങളുടെ പിന്നാലെ വരരുത് എന്നുള്ള കർശന നിർദ്ദേശങ്ങളാണ് പറയുന്നത്. നമ്മളതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. പിന്നാലെ ഉണ്ടാകും. ഈ നാട്ടിലെ ഭക്തജനങ്ങൾ, ഗണേശ ഭക്തർ, മാധ്യമങ്ങളടക്കം ഇത് രഹസ്യ വിഷയമല്ല, ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു രഹസ്യ സ്വഭാവമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ ഈ കുറ്റം ഒരു വലിയൊരു കുറ്റമാണ്. ഈ കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും എതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതിനെയൊക്കെ ഒതുക്കി തീർക്കുന്ന തരത്തിലുള്ള ഒരു സംഭാഷണമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ആരും ഞങ്ങളുടെ പിന്നാലെ വരുന്നത്, ഞങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് നിങ്ങളുടെ മൊഴി എടുത്തെങ്കിൽ ഞങ്ങളങ്ങ് പോവും, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്, ഞങ്ങൾക്ക് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു എന്താ പറയുക, ഒരു രക്ഷപ്പെടൽ ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് രാഷ്ട്രീയമല്ല, ഇത് ഭക്തജനങ്ങളുടെ കൊട്ടാരക്കരയിലെ ലക്ഷക്കണക്കിന് കേരളത്തിലെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ വഞ്ചിച്ച ഒരു വിഷയമാണ്. ശക്തമായി നിരവധി ഭക്തന്മാരാണ് കൂടിയിട്ടുള്ളത്. ഇവിടെ ഭക്തന്മാർ പിന്നാലെ ഉണ്ടാകും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഈ ഒരു കാര്യത്തിൻ്റെ സത്യസന്ധമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നടപടി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഭക്തന്മാർ പിന്നാലെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ സത്യസന്ധമായ അന്വേഷണം നടത്തുക, സത്യസന്ധമായ നടപടി സ്വീകരിക്കുക, അതിന് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കും. അല്ലാതെ പ്രശ്നം കാണിക്കാനാണെങ്കിൽ നമ്മൾ ശക്തമായി പോലീസിന്റെ വിജിലൻസിന്റെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. നമുക്ക് വ്യക്തമായ പദ്ധതി നമുക്ക് അറിയില്ല. അപ്പം വിളിപ്പിച്ചിട്ട് പറഞ്ഞതുപോലെ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നതാണ്. അപ്പം നമുക്ക് 1-2 പേരുടെ മാത്രം ഒരു മൊഴി മതി. എല്ലാവരും പിന്നാലെ നടക്കരുതെന്നുള്ളൊരു ഇതാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പിന്നാലെ നടക്കുകയല്ല, ഞങ്ങൾക്ക് ആവശ്യം ഈ ഭക്തജനങ്ങളെ വഞ്ചിച്ച വിഷയത്തിൽ, കരിപ്രസാദ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം ആവശ്യമാണ്, നടപടി കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യമാണ്. നമ്മളതാണ് വ്യക്തമാക്കാൻ BJPയും ഹൈന്ദവ സംഘടനകളും ഹിന്ദു ഐക്യവേദിയും അതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് നമ്മൾ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാനല്ല അവിടെ നിൽക്കുന്നത്. സത്യസന്ധമായ അന്വേഷണം ആവശ്യമാണ്. അതിനുള്ള 2 സാക്ഷികളെ മതി. അന്ന് നമ്മൾ 3-4 സാക്ഷികൾ ഒപ്പിട്ടിട്ടുണ്ട്. ഇപ്പം 2 സാക്ഷികൾ മാത്രം അവർക്ക് മതി എന്നാണ് നമ്മൾ അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മഹസറിന് ഒപ്പിട്ട സാക്ഷികളെല്ലാം കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. BJP ശക്തമായ പ്രതിഷേധം, ഭക്തജനങ്ങളെ കൂട്ടി സംഘപരിവാരമായി ആലോചിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകളെ യോജിപ്പിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ, അതിലുപരി ഭക്തജനങ്ങളെ, ഈ നാട്ടിലെ വിശ്വാസികളെ കൂടെ ചേർത്തുകൊണ്ട് ബഹു വിശ്വാസ സംഗമം, കൊട്ടാരക്കര ഗണേശ സംഗമം ഞങ്ങൾ നടത്താനാണ് സംഘപരിവാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ ഉറപ്പ് തന്നതിന് പ്രകാരം ഇന്നിപ്പോൾ തിടപ്പള്ളിക്കകത്ത് നല്ല രീതിയിൽ വിശുദ്ധമായി ഉണ്ടാക്കുന്നതാണ് ഇന്ന് കിട്ടിയത്. ഇന്നത്തെ ആദ്യം മെനഞ്ഞാന്നുണ്ടായി ആ തെറ്റ് തന്നെ വീണ്ടും ഇന്നലെ ആവർത്തിക്കപ്പെട്ടു. അപ്പോൾ BJP ഹിന്ദു ഐക്യവേദി അടക്കം ശക്തമായ പ്രക്ഷോഭം നടത്തിയതിനെ തുടർന്ന് ഇന്ന് നല്ല രീതിയിൽ പ്രസാദം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആള് ഇവിടെ വന്നിട്ട് ചില ഉമ്മാക്കി കാണിച്ചിട്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭക്തജനങ്ങൾ അത് സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് AC പറഞ്ഞത്, AC പോലും കബളിപ്പിക്കുന്ന രീതിയിൽ ഈ അന്വേഷണം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വ്യക്തമായി പറഞ്ഞത് ഞങ്ങൾ ദൃക്സാക്ഷിയാണ്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇന്ന് ഈ പരിശോധന നടത്തുമ്പോൾ ഈ സീല് ചെയ്തത് പൊട്ടിച്ചിട്ട് ഈ അന്വേഷണമെല്ലാം എഴുതിയെടുത്തതിന് ശേഷം വീണ്ടും സീല് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് അന്യന്റെ പ്രോപ്പർട്ടിയിൽ സീല് ചെയ്യുവാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞപ്പോൾ AC പറഞ്ഞത്, AC എന്ന് പറയുന്ന മാഡം പറഞ്ഞത്, ഞാൻ അന്നേരം സീല് ചെയ്തത് കുറ്റകരമാണോ? അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിന് ദേവസ്വം ബോർഡിന്റെ മറ്റ് അംഗങ്ങളുടെ പ്രവൃത്തിയിലും ഉദ്യോഗത്തിലും യാതൊരു ഉത്തരവാദിത്വമില്ല. അവർ പരസ്പര ധാരണയില്ല. ഈ നടന്ന തീവെട്ടക്കൊള്ള, ഈ നടന്ന വിശ്വാസവഞ്ചന, ഈ നടന്ന ഭക്തരെ കബളിപ്പിക്കല്, ഈ നടന്ന സ്വത്ത് തട്ടിപ്പ്, ഇനി ഒത്തിരി അഴിമതികൾ ഈ ദേവസ്വം ഗണപതി ക്ഷേത്രവുമായിട്ട് പുറത്തു വരാനിരിക്കുകയാണ്. ഞങ്ങളിതെല്ലാം വ്യക്തമായ തെളിവോടുകൂടിയാണ് ഇവരെ സമീപിക്കുവാനിരിക്കുന്നത്. അപ്പോൾ അവർ നേരെ തിരിച്ചു വരുന്നത് ഈ ഭക്തജനങ്ങളെ കബളിപ്പിക്കാനാണ്. ഹിന്ദു സംഘടനകളെ കബളിപ്പിക്കുന്നെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. വിശ്വാസവഞ്ചന കാണിക്കുന്നത് ശരിയല്ല. അതിനൊപ്പം പോലീസുകാർ നിൽക്കാൻ പാടില്ല. ഞങ്ങളെപ്പോൾ ഉള്ളവരെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അത് ദേവസ്വം ബോർഡിന്റെ ഈ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ നടക്കില്ല എന്ന് ഞങ്ങൾ അസംഗതമായിട്ട് പറയുകയാണ്. ഹിന്ദു ഐക്യവേദി അതിനകത്ത് വ്യക്തമായ ധാരണയോടുകൂടിയാണ് പറയുന്നത്, പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഉദ്യോഗസ്ഥരെ കൊണ്ട് തൊണ്ടി മുതലെടുപ്പിച്ച് സീൽ ചെയ്തിട്ടാണ് പറയുന്നത്. അതിന് പരിഹാരം ഉണ്ടാവണം. ഇത് മാത്രമല്ല, മനുഷ്യജീവനെ അപഹരിക്കുന്ന വിഷയമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ. കാരണം ഇവിടുത്തെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. പാഴ്സലായിട്ട് പോലും വിദേശങ്ങളിൽ വരെ എത്തുകയാണ്.
അതിൻ്റെ ഗുണനിലവാരം തൊടുന്ന പ്രസാദത്തിൽ പോലും കരിപ്രസാദത്തിൽ പോലും രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ആരുടെയൊക്കെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു SP റാങ്കിലുള്ള അദ്ദേഹം വന്നിട്ട് ഈ കാര്യത്തിൽ ഇടപെടുമെന്ന് വിചാരിച്ചപ്പോഴേ നമ്മുടെ ഇവിടുത്തെ AC എന്ന് പറഞ്ഞാൽ ഗസറ്റ് റാങ്കാണ് ദേവസ്വം ബോർഡിലെ. അവിടെ ഗസറ്റ് റാങ്ക് അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ വിട്ടിട്ട് മഹസർ തയ്യാറാക്കുകയാണ്, പിന്നെ കൂട്ടാതെ പോവും എന്നൊക്കെ പറയുമ്പോഴേ ഇത് ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. മനുഷ്യജീവന് അല്പമെങ്കിലും വില കൊടുക്കുന്നെങ്കിൽ ഇത് ചെയ്യത്തില്ലായിരുന്നു. ഇതിൻ്റെ ഒന്നാമത്തെ കുറ്റവാളി എന്ന് പറയുന്നത് ജൂൺ മാസത്തിൽ റിട്ടേൺ ആയിട്ട് മഞ്ഞപ്പാറ സുരേഷ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ വിഷയങ്ങൾ വീഡിയോ ഉൾപ്പെടെ കാണിക്കാമെന്ന് പറഞ്ഞ് പ്രശാന്തിന് എഴുതിയ കത്താണ്. അതിൻ്റെ അക്നോളജ്മെൻറ്റ് കാർഡാണ് പ്രസിഡന്റ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അക്നോളജ്മെൻറ്റ് കാർഡാണ്. അദ്ദേഹം ഇത് കണ്ടിട്ട് എന്തെങ്കിലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുറ്റവാളി അല്ലെന്ന് പറയാം. ഇത്രയും ഭയാനകമായൊരു വിഷയം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ഫയൽ പോലും ഇടാതെ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴേ അദ്ദേഹം പറയുക നിങ്ങളങ്ങ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിച്ചത്, നിങ്ങളങ്ങ് കാണിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ധാർഷ്ട്യത്തോടെ പറയുന്ന ഇദ്ദേഹം രണ്ടാം ടേൺ ദേവസ്വം പ്രസിഡന്റ് ആകാൻ വേണ്ടി വീണ്ടും സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഒരു മേൽശാന്തിയുടെ തലയിൽ ഇതെല്ലാം കൊണ്ടുവച്ചാൽ മേൽശാന്തി വന്നിട്ട് ഒരു മാസം പോലും ആകുന്നില്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പൂജ നടത്തുന്ന വ്യക്തിയാണെന്ന് അറിയുന്നത്. ഇവിടെ നടക്കുന്ന പടുത്തരം എന്ന് പറഞ്ഞാൽ 10-15 വർഷമായിട്ട് ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളുകളും വേറെ കുറച്ച് പോറ്റുമാരും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ സംവിധാനം തുടരുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മേൽശാന്തിയുടെ മേളിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെടാം. ഇതിനകത്ത് ഒന്നാം പ്രതി വരുന്ന ദേവസ്വം ബോർഡാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തിയും കൂടെ മെയിൽ ചെയ്തിട്ടുണ്ട്, ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ കാണിക്കാമെന്ന്. എന്നിട്ട് പ്രസാദത്തിന്റെ കാര്യത്തിൽ പോലും നീതി പുലർത്താൻ പറ്റാത്ത ഇവര് ഈ ക്ഷേത്രം 42-ല് സർ CP യുടെ കാലത്ത് ഇവിടെ തൊഴാൻ വന്നപ്പം ശരിയായി ബഹുമാനം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് തിരുവിതാംകൂർ രാജാവിനെ കൊണ്ട് ഏറ്റെടുക്കുകയായിരുന്നു. ഈ ഏറ്റെടുത്ത ക്ഷേത്രം അത് തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. ഊമമ്പള്ളി അകബൂർ മനയുടെ ഊരായ്മ അധികാരത്തിലായിരുന്നു, അവരുടെ അല്ല ക്ഷേത്രം, നാട്ടുകാരുടെ ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രം തിരികെ കൊടുക്കണം. ഇവർ ട്രസ്റ്റികളായിട്ട് ഇതിൻ്റെ ഭൂമി നശിപ്പിച്ചു, ഇതിൻ്റെ ആചാര പദ്ധതികൾ നശിപ്പിച്ചു. ഭക്തർക്ക് വേണ്ടുന്ന ഒരു പ്രസാദം പോലും കൊടുക്കാൻ അവർക്ക് കഴിയാത്ത വന്നപ്പം ഇത് ടോട്ടലി ഈ ദേവസ്വം ബോർഡ് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കേന്ദ്രമായിട്ട് മാറി. ഭക്തർക്ക് വേണ്ടിയുള്ളതല്ല ഇത്. കുറച്ച് യൂണിയൻ നേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും മേൽശാന്തിക്ക് റോളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. ഒരു ഭക്തനും അത് നോക്കേണ്ട കാര്യമില്ല. മേൽശാന്തിക്ക് ഇതിനകത്ത് പങ്കില്ല എന്ന് നിങ്ങൾ പറയുന്നോണ്ട് ചോദിച്ചു. മേൽശാന്തിക്ക് പങ്കില്ലെന്നല്ല പറഞ്ഞേക്കുന്നത്. ഈ പങ്ക് ഞങ്ങൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ, തൊണ്ടി മുതൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. മേൽശാന്തിയുടെ കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഏവോ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിന്റെ ചുറ്റാകെയുള്ള കാര്യങ്ങൾ, നിത്യനിദാന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടുന്ന വ്യക്തി, ആ ചെയർ എപ്പോഴും അവിടെ ഉണ്ട്. അതിങ്ങനെ മാസം തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരിതൊന്നും അന്വേഷിക്കുന്നില്ല. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡിന്റെ ഭരണ നിർവഹണത്തിൽ വരുന്ന ഒരു ക്ഷേത്രത്തിലെ നിത്യനിദാന കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടിക്കുമ്പോൾ ആരോടാണ് ചൂണ്ടിക്കാട്ടിക്കേണ്ടത്? തിരുമേനിയോടാണോ, ഏവോയോടാണോ, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരോടാണോ, AC-യോടാണോ, പ്രസിഡന്റിനോടാണോ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കേണ്ടത് ആരുടെയാണ്? കമ്മീഷണറുടെയും പ്രസിഡന്റിന്റെയും കയ്യിൽ, ഏവോയുടെ കയ്യിൽ. അപ്പോൾ ഇവരോടെല്ലാം നമ്മൾ വ്യക്തമായിട്ട് സൂചിപ്പിക്കുമ്പോൾ കുറ്റവാളികൾ ആരാണ്? അവരെയാണ് ഇതിന് പരിഹാരം കാണുക എന്നുള്ളതല്ല. ഇത് അവസാനിപ്പിക്കണം. ഇന്ന് ഞങ്ങൾ അത്രയും ശക്തമായ രീതിയിൽ ഈ പ്രതിഷേധം കാണിച്ചത് കൊണ്ട് ഇന്ന് നല്ല കരിപ്രസാദം ഭക്തജനങ്ങൾക്ക് കിട്ടി എന്ന് ഇന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തപ്പോൾ ഓരോ ഭക്തരും പറഞ്ഞത് തെളിവാണ്. അത് ഹിന്ദു ഐക്യവേദിയുടെ സമരം കൊണ്ടാണ്. ഏവോ നടപടിയെടുത്തിട്ടല്ല, AC നടപടിയെടുത്തിട്ടല്ല, ഇവിടെ വിജിലൻസ് അന്വേഷണം വന്നിട്ടല്ല. ഭക്തജനങ്ങളുടെ കഴിവുകൊണ്ടാണ് ഇന്ന് കരിപ്രസാദം ശുദ്ധമായിട്ട് കിട്ടിയതിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ വ്യക്തമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം. ഇതിന്റെ പടി കയറ്റാൻ ഇവിടുത്തെ ഭക്തർ സമ്മതിക്കില്ല. അതാണ് പ്രത്യക്ഷ സമരം. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നിർമ്മിക്കുന്ന കരിപ്രസാദത്തിന്റെ അളവ് കുറച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അഷ്ടദ്രവ്യ ഗണപതി ഹോമം നമ്മൾ തയ്യാറാക്കുമ്പോഴേ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ചാമ്പല് പോലും, അതായത് ചാരം പോലും വിഭൂതിയായിട്ട് ഈ കരിപ്രസാദത്തിന്റെ കൂടെ ചേർക്കാവുന്നതാണ്. അത് മാത്രമല്ല അടുത്ത നടപടി എന്തായിരിക്കും സാറിന് പറയും? ഇദ്ദേഹത്തിന് പറയാൻ സാധിക്കും?
നമ്മൾ ഇത്രയും ചോദിക്കുന്ന പറയാൻ പോലും തയ്യാറ് അദ്ദേഹം നമ്മളെ ഇപ്പൊ ഞങ്ങളുടെ AC കാണിച്ച മാന്യത പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ AC കാണിച്ച മാന്യത പോലും തുടർന്ന് വരുന്ന അന്വേഷണത്തിൽ ഉണ്ടാവുന്നില്ല. ഇന്നത്തെ അവസാനത്തെ തീരുമാനമായിട്ട് പറയാം. മകസർ എഴുതിയതിനു ശേഷം വീണ്ടും AC സീൽ ചെയ്യും. അതിന്റെ അർത്ഥം എന്നുള്ള മുഴുവൻ ഇത് ഇവിടെ നിന്ന പോലെ സാറേ വാടക എടുത്തിട്ടുണ്ട് ആളുകൾ. അതിന് ഇതിപ്പോഴേ ഈ 2 ദിവസം 3 ദിവസം കറങ്ങി വന്നത് അങ്ങനത്തെ കുഴപ്പമില്ല. ആ റൂം തന്നെ പറയണമെന്ന് അത്രയും വൃത്തിയായിട്ട് റൂം വേറെ കാണത്തില്ല. അതുകൊണ്ട് ആ റൂം തന്നെ വേണം പറയുന്നത്. അന്വേഷണം ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തുകൊടുക്കും. ഫ്രഷായ സ്ഥലം കൊണ്ടുപോകും. ഒന്നും കാണത്തില്ല. അതല്ല പക്ഷേ പ്രസാദമാണ് മാലിന്യമായ സ്ഥലത്താണ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മളിപ്പോ 2 ഗാർഡിനെ അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ബിൽഡിംഗ് കണ്ടതാണ്. ബാക്കിലുള്ള ജനറൽ ഒന്നും സേഫ് അല്ല. ഓട് കുത്തിയിരിക്കുകയാണ്. അല്ലാതെ ആരെങ്കിലും അവിടെ പ്രവേശിച്ച് എടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. അവിടെ ഇപ്പം പ്രാക്ടിക്കലായിട്ട് ഇവരിപ്പം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ പറയാം. നിങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. അവിടെ അവിടെ സീൽ ചെയ്തിരിക്കുന്ന AC സീൽ ചെയ്തിരിക്കുന്ന ഇത് അവർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും 1 by 1 ആയിട്ട് അവർ മഹസർ എടുക്കും. ആ 1 by 1 ആയിട്ട് അവർ മഹസർ എഴുതി കഴിഞ്ഞാൽ ആ സാധനങ്ങളെല്ലാം ഈ മഹസർ എഴുതുന്ന ഉദ്യോഗസ്ഥൻ ബന്ധോസിൽ എടുക്കേണ്ട സാധനങ്ങളാണ്. അവരത് ബന്ധോസിൽ എടുക്കും. എന്തൊക്കെയായാലും അത് കരിച്ചന്തനായിക്കോട്ടെ, അവിടെ കിടക്കുന്ന കുപ്പികളായിക്കോട്ടെ, ചന്ദനം നെയ്യായിക്കോട്ടെ, എല്ലാം അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതും ഈ നിങ്ങളുടെ സാക്ഷികളായിട്ടുള്ള 2 പേർ അതൊക്കെ കയറിയിട്ട് ഈ കേസിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബന്ധോസിൽ എടുത്തു കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥാപനം ഇതാണ്. അത് പിന്നെ അവിടെ തുടരാൻ ഇവർക്ക് പറ്റില്ല. ഇവർ ആ സാധനങ്ങൾ എടുത്തിട്ട് ദേവസ്വം ബോർഡിന്റെ ഒരു റൂമിലേക്ക് മാറ്റിയിട്ട് അത് സീൽ ചെയ്യും. അത് ലോക്ക് ചെയ്യും, സീൽ ചെയ്യും. നിങ്ങളുടെ പ്രസൻസിൽ മീഡിയാസിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ മീഡിയ അടുത്ത അതിൽ നിന്ന് സാമ്പിൾ, അതായത് ഈ പറയുന്ന ചന്ദനമാണല്ലോ നമ്മുടെ ചന്ദനവും മറ്റേ കരിപ്രസാദവും, അതിന്റെ 2ന്റെയും സാമ്പിൾ അവർ കളക്ട് ചെയ്യും. അത് ഫോറൻസിക്കിൽ കൊടുക്കും. അത് ചെക്ക് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ രാകേഷ്? ഞങ്ങൾ ഇതാണ് പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് സാമ്പിൾ പരിശോധിക്കണം. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ചെയ്യത്തില്ല എന്നാണ് മുൻവിധിയോടുകൂടി ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നത്. സാർ കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ, സാർ കേട്ടതാണല്ലോ. സാമ്പിൾ പരിശോധിക്കത്തില്ല. അപ്പം ഉദ്യോഗസ്ഥരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാനാണ്. ദേവസ്വം ബോർഡിന്റെ മറ്റൊരു റൂമിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഇത് സീൽ ചെയ്തു പോകുന്നു. അങ്ങനെ അപ്പൊ മനുഷ്യ ജീവനെ ബാധിക്കുന്ന വിഷയത്തിലെ FIR കണ്ടെത്താൻ കഴിയും. ഇവിടെ അടച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുമ്പോൾ എല്ലാ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും നടക്കുന്ന ഓരോ ക്രമക്കേടുകളെ പറ്റി പുതിയ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ
സ്വാഭാവികമായിട്ടും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ നിത്യനിദാന കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ, കെടുകാര്യസ്ഥത 5 വർഷക്കാലമായിട്ട് ഹിന്ദു ഐക്യവേദി നിരന്തര സമരത്തിലാണ്. ഉണ്ണിയപ്പത്തിൻ്റെ വിവാദം, ക്ഷേത്രഭൂമി വിവാദം, കൊട്ടാരം തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം, അതുപോലെ തന്നെ ക്ഷേത്രഭൂമികളിൽ ഗവൺമെൻറ് കയ്യേറി പൊതുസ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം പരാതികൾ കൊടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ ഹിന്ദു ഐക്യവേദി നിരന്തരം പരാതികൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് ഈ വിഷയം വീണ്ടും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമിതി അംഗം തലവൂർ ഗോപാലകൃഷ്ണൻ സാർ കൈയോടുകൂടി ഇവരെ പിടിക്കുന്നതും സാറിൻ്റെ കയ്യിൽ നിന്ന് ഇവർ കുതറി എടുത്തു ചാടി, കൂട്ടി എടുത്തു ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ വിഷയം AC-യെ നേരിട്ട് കണ്ട് അവരെ വിളിച്ചുകൊണ്ടുവന്ന് ദൃക്സാക്ഷ്യപ്പെടുത്തി ബാക്കിയുള്ള ഇവിടുത്തെ ഭക്തജനങ്ങളും മറ്റും ഒരുമിച്ച് കൂടി അതിനൊരു പരിഹാരം ഉണ്ടാകണം. അപ്പോൾ ഈ തൊണ്ടി മുതൽ കണ്ടെടുത്ത് അവർക്കെതിരെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നുള്ളതായിരുന്നു ആദ്യം തൊട്ടേ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പം മെനഞ്ഞാന്ന് ഇതെല്ലാം പൂർത്തീകരിച്ച് ഈ റൂം സീല് ചെയ്ത് വലിയ സമഗ്രമായിട്ടുള്ള ഭക്തജനങ്ങളുടെ ആവശ്യപ്രകാരം ഉള്ള അന്വേഷണം നടത്തും എന്നതിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സീല് ചെയ്ത് ഞങ്ങൾ പിരിഞ്ഞു പോയത്. അപ്പോൾ അന്നേ ദിവസം വൈകുന്നേരം ക്ഷേത്രം നട തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ശുദ്ധികലശം നടത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തി 5 തിരുമേനിമാരെ കൊണ്ട് ശുദ്ധികലശം നടത്തി ആണ് പിരിഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഒരു രാത്രി നേരം വെളുത്തതോടുകൂടി ഇതേ കുറ്റകൃത്യം മറ്റൊരു സ്ഥലത്ത് അവർ തയ്യാറാക്കി. അപ്പോഴാണ് ഈ കരിപ്രസാദത്തിന് ഉപയോഗിക്കുന്ന കരി എങ്ങനെ ഇവർക്ക് കിട്ടുന്നു എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് കവർ കണക്കിന് കരിപ്പൊടി ഞങ്ങൾക്ക് ലഭിക്കുകയും ഒരു ബ്രാൻഡുമില്ലാത്ത കരിപ്പൊടി, ആരാണിതിൻ്റെ നിർമ്മാണം, എവിടെ നിന്നാണ് വരുന്നത് എന്നൊന്നും വ്യക്തമാകാതെ ആ കരിപ്പൊടി തൊണ്ടി സഹിതം കണ്ടെടുക്കുകയും വീണ്ടും ഭക്തജനങ്ങളും ഞങ്ങളെല്ലാവരോടും കൂടി AC സ്ഥലത്തില്ല, AOയെ വിളിച്ചു വരുത്തി കൊട്ടാരക്കര CE ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ അത് അവിടെയും സീല് ചെയ്തു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതിങ്ങനെ തുടർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ AC-ക്കും AOയ്ക്കും ചിലപ്പോൾ പാഡ്ലോക്കിൻ്റെ ഒരു കമ്പനി തന്നെ തുടങ്ങേണ്ടതായിട്ട് വരും. ഇത് അവസാനിപ്പിച്ചില്ലേ? കാരണം എല്ലാ ദിവസവും ഇത് പൂട്ടിട്ട് താഴിട്ട് പൂട്ടി സീല് ചെയ്ത് പോകണ്ടേ. അതുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് SP-യുടെ ഒരു അന്വേഷണം വേണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ വിജിലൻസ് മേധാവി ഇവിടെ വരും എന്ന് പറയുകയും, പക്ഷേ ഇന്ന് വന്നത് SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണത്തിന് വന്നത്. കേവലം ഇതൊക്കെ ഒന്ന് കണ്ട് ഒരു മഹസർ തയ്യാറാക്കി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞത് FIR ഇട്ട് കേസെടുക്കണം, കേസെടുത്ത് അന്വേഷണത്തിലേക്ക് നീങ്ങി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി അതിൻ്റെ പരിഹാരത്തിലേക്ക് പോകണം. ഇനി കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ, അതായത് ലോകപ്രസിദ്ധമായ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കാരണം 1ഉം 2ഉമല്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിത്യനിദാന കാര്യങ്ങളിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തിഹീനമായ നിലപാടുകൾ. അതായത് ഗണപതി ക്ഷേത്രത്തിനൊരു പടിത്തരമുണ്ട്, പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പടിത്തരമാണ്. എല്ലാ രംഗത്തു നിന്നും പണലഭ്യത ഉണ്ടാക്കുക, അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദനം ഉണ്ടാക്കുക. അപ്പോൾ ശബരിമലയിൽ ഇന്ന് സ്വർണം പൂശിയിരുന്ന ഭഗവാൻ അതിന്ന് ചെമ്പായി മാറിയത് കണക്ക് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ അഴിമതിക്കാരായിട്ടുള്ള ചെമ്പ് സംഘം ഗണപതി അമ്പലത്തെയും ലക്ഷ്യം വെച്ചിരിക്കുന്നു. 5 വർഷമായിട്ട് അത് ലക്ഷ്യം വെച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. PS പ്രശാന്തിൻ്റെ മുമ്പിൽ നേരിട്ട് കണ്ടും അല്ലാതെയും കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു പരിഹാരം കണ്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള സങ്കീർണമായ പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. അതുകൊണ്ട് ദേവസ്വം ബോർഡെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെമ്പ് സംഘമായിട്ട് ഗണപതി അമ്പലത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അത് അവസാനിപ്പിക്കണം. ഗണപതി അമ്പലത്തിൻ്റെ ഓരോ നിത്യനിദാന കാര്യങ്ങളിലും എണ്ണമറ്റ അഴിമതിയാണ്. ഞങ്ങൾ ഓരോന്നും, ഇതിപ്പോൾ ഒരെണ്ണമാണ്. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഉണ്ണിയപ്പ നിവേദ്യത്തെ പറ്റി പരിഹാരമില്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ദേവസ്വം ബോർഡ് ബെഞ്ചിൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ വിധി ഉടനെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കൊട്ടാരം വീണ്ടെടുക്കൽ, ദേവസ്വം ഭൂമി വീണ്ടെടുക്കൽ, ദേവസ്വം ഭൂമിയിൽ അനധികൃതമായിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്, ഈ മുനിസിപ്പാലിറ്റിയുടെ കയ്യേറ്റം, ഇതെല്ലാം ഹിന്ദു ഐക്യയുടെ നേതൃത്വത്തിൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അത് ഈ നാട്ടിലെ ഭക്തജനങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പരിപാവനമായിട്ടുള്ള നടത്തിപ്പ് കാര്യങ്ങളിലേക്ക് ഭക്തജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണം. ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രം വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ദേവസ്വം ബോർഡ് കീഴിൽ ഇത് PD ദേവസ്വമാണ്, പ്രൈവറ്റ് ഡെപ്പോസിറ്റ്. അതിൻ്റെ വരുമാനങ്ങളെല്ലാം ഈ PD ദേവസ്വത്തിലാണ് നിക്ഷേപിക്കേണ്ടത്. ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ്റെ ഒരു QR കോഡ് വെച്ചിട്ടുള്ള പണം ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് PD അക്കൗണ്ടിന് വിരുദ്ധമാണ്. PD അക്കൗണ്ടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ ഗണപതി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല. ഭഗവാനോടുള്ള വിശ്വാസമാണ് ദേവസ്വം ബോർഡ് ചൂഷണം ചെയ്യുന്നത്. ആ ദേവസ്വം ബോർഡിൻ്റെ ചൂഷണം അവസാനിപ്പിക്കണം. ഇതിൻ്റെ ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി അഷ്ടമംഗല ദേവപ്രശ്നം വെച്ചുകൊണ്ട് ഇതിനെല്ലാം ഒരു പരിസമാപ്തി കുറിക്കണം എന്നും ഹിന്ദുഐക്യവേദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പണാപകരണം എന്ന് പറഞ്ഞത് തെളിവോടുകൂടി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. അതായത് ഒറ്റരാശി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കരണനല്ലൂർ തന്ത്രിയുടെ കീഴിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആളിനെ സംസാരിക്കാൻ കൊണ്ടുവന്നിട്ട് അദ്ദേഹമാണ് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. അതായത് ഓരോ മാസത്തിലും അവിടെ പ്രശ്നവെപ്പുണ്ട്. ആ പ്രശ്നത്തിനെയാണ് ഒറ്റരാശി എന്ന് പറയുന്നത്. ഒറ്റരാശിയുടെ കാര്യത്തിൽ തന്നെ ലക്ഷങ്ങൾ അതിന് ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റരാശി പ്രയോഗം, അതായത് ആയുർവേദത്തിൽ ഒറ്റമൂലി എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ദേവസ്വം ബോഡി ഒറ്റ രാശിയും കൊണ്ടുവന്നിട്ടുണ്ട്. താന്ത്രിക വിധി അനുസരിച്ച് ഈ ഒറ്റരാശി ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും വളരെ അത്യാവശ്യമായില്ല. പക്ഷേ ഗണപതി അമ്പലത്തിൽ നിരന്തരം കാര്യങ്ങൾക്ക് ഒറ്റരാശി പ്രയോഗം നടത്തിയിട്ടുണ്ട്. അജണ്ടകൾ നടപ്പിലാക്കുകയാണ്. അത് ദേവസ്വം ബോർഡ് നേരിട്ടാണ്. ഉപദേശക സമിതി പിരിച്ചുവിട്ടിട്ട് കാര്യശേഷിയുള്ള ഒരു ഉപദേശക സമിതിയെ സൃഷ്ടിക്കാൻ ദേവസ്വം ബോർഡിന് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേരിട്ടുള്ള പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലാണ് ഈ മഹാഗണപതി ക്ഷേത്രത്തെ നിലനിർത്തിയിരിക്കുന്നത്. പല വരുമാനമുള്ള ക്ഷേത്രങ്ങളും അഷ്ടിക്ക് വകയില്ലാത്ത ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾ വരുമാന മാർഗം ഉണ്ടാക്കി വന്നപ്പോഴേക്കും അവയെല്ലാം അവിടുത്തെ ഉപദേശ സമിതികളെ അഴിമതി ആരോപിച്ചുകൊണ്ട് പിരിച്ചുവിടുക, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പിരിച്ചുവിട്ടിട്ട് അവയെല്ലാം പിടിച്ചെടുത്തിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പണാഭരണത്തിന് വേണ്ടിയിട്ട് അനധികൃതമായ ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് ഇത്തരം വഴിപാടുകൾ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നു. ഭഗവാന്റെ പടിത്തരം, ദേവിയുടെ പടിത്തരം, ക്ഷേത്രത്തിന്റെ പടിത്തരം ഇതെല്ലാം മാറ്റിമറിച്ചിട്ട് ദേവസ്വം ബോർഡിന്റെ ഒരു പടിത്തരം ഉണ്ടാക്കി ഇങ്ങനെ പണം കൊയ്യുന്ന ഒരു സംഘം. ആ സംഘത്തെ ഇന്ന് കേരളം പറയുന്നത് ചെമ്പ് സംഘം എന്നാണ്. ആ ചെമ്പ് സംഘമാണ് ഗണപതി ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഭക്തജനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന് വ്യക്തമായ പരിഹാരം വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ കാര്യത്തിൽ പ്രധാന കുറ്റവാളി, ഒന്നാമത്തെ കുറ്റവാളി പ്രശാന്താണ്. അതിന് താഴോട്ടുള്ള ആളുകളെല്ലാം വരിയായിട്ട് അതിൻ്റെ കുറ്റവാളികളുടെ സംഘത്തിൽ വരും. അതുകൊണ്ട് ഈ ചെമ്പ് സംഘത്തെ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ തയ്യാറാകണം. ഉപദേശക സമിതിയെ ഇപ്പം നിലവിൽ പിരിച്ചുവിട്ടതിന് ശേഷം ഉപദേശക സമിതി എടുത്തിട്ടില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡ് നേരിട്ട് തന്നെയാണ് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇപ്പോഴിവിടെ നടത്തിയിട്ടുള്ള ഈ പൂജകളും നവരാത്രിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഒരു സ്റ്റേജിൽ വെട്ടമില്ല, ഇരിക്കാനുള്ള ആ കസേരകളില്ല, അഴുക്ക് പിടിച്ച് കിടക്കുന്നു, വെളിച്ചമില്ല, പാർക്കിങ്ങിന് വേണ്ടി വാഹനങ്ങൾ ഇടുന്നതിന് അവിടെ വെളിച്ചമില്ല, പട്ടി കടിക്കുകയാണ് വണ്ടി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അവർ നേരിട്ട് നടത്തുന്ന കാര്യങ്ങളാണ് അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത്, അതായത് ഈ ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ഭക്തന്മാർ കൊടുത്തിരിക്കുന്ന സ്വർണ്ണമടക്കമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ തന്നെ ഒരു ഭക്തൻ പോയതിൻ്റെ പേരിലാണ് ഒരു 58 ഗ്രാം സ്വർണം അവിടെ നഷ്ടപ്പെട്ടത് തിരിച്ചറിഞ്ഞത്. അതുപോലെ ഭക്തന്മാർ സമർപ്പിച്ചിട്ടുള്ളവർ എല്ലാ ഭക്തന്മാരോടും അപേക്ഷിക്കുകയാണ്. എല്ലാവരും വർഷങ്ങളായി നൽകിയിട്ടുള്ള അവർ കൊടുത്തിട്ടുള്ളത് അവർക്ക് രസീത് കാണുമല്ലോ, അത് ഇവിടെ ഉണ്ടോ എന്ന് അവർ പരിശോധിക്കണം. അവർ വന്ന് പരിശോധിക്കുമ്പോൾ ഈ കള്ളത്തരം വെളിപ്പെടുന്നത്. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ ക്ഷേത്രഭൂമികളെല്ലാം തന്നെ പോയി. ഓളം തന്നെ ഇപ്പം എഴുതി കൊടുത്തിട്ട് തിരിച്ചു തന്നിട്ടില്ല, നവീകരിച്ചിട്ട് കൊട്ടാരം തിരിച്ചു തന്നിട്ടില്ല. ഇതൊന്നും ദേവസ്വം ബോർഡിന് തിരിച്ചേൽപ്പിച്ചിട്ടില്ല, അവരുടെ കൈവശം ഇരിക്കുകയാണ്. അതുപോലെ 8 വർഷത്തിന് മുമ്പ് ഇവിടെ ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയുടെ പിന്നെ ഒരു 8 വർഷത്തിന് മുമ്പ് 2 കോടി രൂപ വിലയില്ലാത്ത വസ്തു 8 കോടി രൂപയ്ക്ക് അന്ന് മേടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസ്റ്റർ പ്ലാൻ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ആശാപ്രവർത്തകർക്ക് ഒരു പൈസ കൊടുക്കാനില്ലാത്ത ഈ സാഹചര്യത്തിൽ 5 കോടി രൂപ ക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഗൾഫിലേക്ക് ഈത്തപ്പഴം ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ കോടിക്കണക്കിന് രൂപയുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് 5 കോടി രൂപ കേരള സർക്കാർ ഇങ്ങോട്ട് കൊടുത്തിട്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വസ്തു എഴുതി വാങ്ങും. വസ്തു എഴുതി വാങ്ങിയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി പൊതു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ഇത് കോടികൾ വെട്ടിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അത് അടിച്ചു മാറ്റാം. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് ഒഴിവാക്കണം.
ക്ഷേത്രം, എല്ലാ ക്ഷേത്രങ്ങളും, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഭംഗിയായി പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയം ഒന്നും ഇവിടെ പറയുന്നില്ല, രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. അത് ആരായാലും തന്നെയും, ഏത് രാഷ്ട്രീയമായാലും ഏത് തരത്തിലുള്ളായാലും ഈ ദേവസ്വം ബോർഡ് അധികൃതരും ഒക്കെ കൂടെ ചേർന്ന് ചെയ്യുന്ന ഈ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കണം. ക്ഷേത്രം പരിശുദ്ധമാവണം. അത് ഭക്തർക്ക് വേണ്ടി എല്ലാവരും ഹിന്ദു സമൂഹം ഒന്നു ചേർന്ന് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും.